ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു വോട്ടറാകാൻ വേണ്ടിയിട്ട് SIR പ്രക്രിയയിലൂടെ ഇപ്പം ഞാൻ കടന്നു പോവുകയാണ്. നേരത്തെ തന്നെ SIRന്റെ ഫോം പൂരിപ്പിച്ചു കൊടുത്തു, ഡോക്യുമെന്റ്സ് കൊടുത്തു, എല്ലാം കൊടുത്തു. പോരാ, ഇനിയും കടമ്പകളുണ്ട്. ആ ഒരു കടമ്പയുടെ ഭാഗമായിട്ടാണ് BLO ഷാജിലാൽ എന്നോടൊപ്പം ഇരിക്കുന്നത്. ഷാജിലാൽ ഒരുപാട് ഹിയറിങ്ങിന്റെ കടലാസുകൾ തരുന്നുണ്ട്. ഞാൻ തന്നെ കൊടുത്ത ഡോക്യുമെന്റ്സ് പരിശോധിക്കുന്നുണ്ട്. അതുകൂടാതെ എൻ്റെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് കേരളത്തെ പാർലമെന്റിൽ പ്രതികരിക്കുന്ന ഒരു MP-യുടെ അവസ്ഥ. ഞാൻ 2002-2003 തിരുവനന്തപുരത്തേക്ക് സ്ഥിരതാമസം മാറ്റിയ ശേഷം 5 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു, 5 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു, അതിനനുസൃതമായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു. കേരളത്തിലെ MLA-മാർ എന്നെ രാജ്യസഭ MP-ആയി തെരഞ്ഞെടുത്ത് പാർലമെന്റിൽ വിട്ടു. അതൊന്നും പോരാ, ഞാനൊരു വോട്ടറാണെന്ന് ജ്ഞാനേഷ് കുമാറിനെയും സംഘത്തെയും ബോധ്യപ്പെടുത്തണമെങ്കിൽ ഞാൻ ഈ പ്രക്രിയയിലൂടെ കടന്നു പോകുന്നു. എൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ ഷാജിലാലെ സാധാരണക്കാരൻ്റെ അവസ്ഥ എന്താകുന്നത്? എന്തായിരിക്കും അവൻ്റെ അവസ്ഥ? ഈ SIR എന്നൊക്കെ ഞങ്ങൾ പറയുമ്പോൾ എന്താണ് ഇതിൻ്റെ കാഠിന്യം, എങ്ങനെയാണ് ഇത് നമ്മുടെ വോട്ടർമാരെ പ്രതികൂലമായി ബാധിക്കുന്നത് എന്നുള്ളത് പലർക്കും അറിയില്ല. ഷാജിലാലിനെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഇതിലിപ്പം 2002 എവിടെ വോട്ട് ചെയ്തു? അതന്നെ, ഈ 2002 ഞാനിവിടുത്തെ ഒരു പൗരനാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ഇന്ത്യ മഹാരാജ്യത്ത് ഞാനിവിടെ 5 പൊതുതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ഒരാളാണ്. എൻ്റെ അവസ്ഥ ഇതാണ്. ഈ കേരളത്തെ പ്രതിദാനം ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടുത്തെ ഒരു വോട്ടറായിരിക്കണം. ഒന്നും വേണ്ട, ഞാൻ ഇവിടുത്തെ സ്ഥിരതാമസക്കാരനാണല്ലോ, അതിനുള്ള എല്ലാ ഡോക്യുമെന്റ്സ് തന്നു. അതുപോരാ, ഇതാണ് ഇന്ത്യയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ എൻ്റെ പിതാമഹന്മാരുടെ രേഖകൾ കൂടി ഞാൻ കണ്ടെത്തി കൊടുക്കേണ്ടി വരും. ആ രൂപത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ രാജ്യത്ത് ജനാധിപത്യം എത്ര ദുഷ്കരമാകുന്നു എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ്. ഷാജിലാലിനെ ഞാൻ കുറ്റപ്പെടുത്തില്ല, ആ പാവപ്പെട്ടവൻ അയാളുടെ ജോലി ചെയ്യുകയാണ്. എനിക്ക് അദ്ദേഹത്തിനോട് അനുതാപം മാത്രമാണുള്ളത്. ശരി, താങ്ക് യു.